നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും നമ്മുടെ നാട്ടിലെ എല്ലാ അനുഭാവികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു എന്നാണ് എനിക്ക് എൻ്റെ പ്രവർത്തകന്മാരിൽ നിന്ന് കിട്ടിയ വിവരം. അതുകൊണ്ട് ഞാനതിൽ സംതൃപ്തനാണ്. നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 100 വരെയൊക്കെ പോകാം. തുടർഭരണം ഒരിക്കലും അവസാനിക്കൂല. അല്ല, തുടർഭരണം ഒരിക്കലും അനുവദിക്കില്ല. UDF അധികാരത്തിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 100%ആണത്. ആ 100%ത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് കുറഞ്ഞ ദിവസമല്ലേ വേണ്ടൂ. അധിക ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആരാ ഭരിക്കുന്നത്. പേരാവൂരൊന്നും ഒരട്ടിമറി നടക്കാൻ സാധ്യതയില്ല. ഞാൻ ഇന്നലെ ഒന്നും അല്ല ഞാനത് ആ ഭാഗം പരിശോധിച്ചതാണ്. ആ പരിശോധനയിലൊന്നും വലിയ അപാകതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജയിക്കും. സണ്ണി വക്കീലിനെതിരായിട്ടുള്ളൊരു വികാരത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും ചോദിക്കുന്നതും എല്ലാം. അത് അസത്യമാണ്. അത് ശരിയല്ലാത്ത വാർത്തയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവിടെ ദയവായി അത് ഇന്നെങ്കിലും അവസാനിപ്പിക്കുക. ഏത് കത്ത്? കത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ആശങ്കയൊന്നുമില്ല. കത്ത് കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടത് മാത്രമല്ല, അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ്. എന്നിട്ട് വേണം അത് തീരുമാനിക്കാൻ. ആണെന്നും അല്ലെന്നും പറഞ്ഞാൽ അതിനകത്ത് രണ്ടുണ്ടാകുമ്പോൾ അതിനകത്ത് ഒന്ന് കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് മാർഗം വേണം? അതിന്റെ ശരിയായ വഴിയിലൂടെ പരിശോധിച്ച് എന്നിട്ട് അതിന്റെ റിസൾട്ട് കണ്ടെത്തണം. അത് പരിശോധിക്കാൻ നോക്കാം. ശുഭപ്രതീക്ഷ വയ്ക്കുകയായിരുന്നു. പേരാവൂരിലടക്കം പ്രതീക്ഷ വയ്ക്കുന്ന സണ്ണി ജോസഫ് മത്സരിക്കുന്ന ഇടങ്ങളിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ല. അവിടെ വൻ വിജയം ഉറപ്പാണ്. മറിച്ചുള്ള വാർത്തകൾ വ്യാജ പ്രചാരണം എന്നാണ് കെ സുധാകരൻ പറയുന്നത്.